Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay. Yeah, good morning to all. Morning, ma'am. Good morning, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലെ? അപ്പൊ കുറച്ച് മലയാളം സെന്റൻസ് ഞാൻ തരാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെന്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാ ടെൻസും, അതായത് പ്രസന്റ് ടെൻസിലെ 4 ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മലയാളം സെന്റൻസ് തരുന്നത്. സോ അത് നിങ്ങൾ ഏതാണ് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക, അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് മലയാളം എങ്ങനെ എഴുതിയെടുക്കാം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. രാജേഷ് സി എന്ന് മ്യൂട്ട് ചെയ്യാവോ? യെസ്, ഓക്കെ. ഞാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആക്റ്റീവ് എല്ലാവരും Okay. Yes, Miss. Okay. ആക്റ്റീവ് ആണോ? Okay. റെഡിയാണോ? Ready ആണ്. അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ പോയോ? ഓക്കെ, തെറ്റാണ്. Ready ആണ്, ma'am. റെഡിയാണ്. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? വർക്ക് ചെയ്യുന്നു. Then, ഞാൻ സിനിമ കാണുകയാണ്. ഞാൻ സിനിമ കാണുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാളിലേക്ക് പോകുകയാണ്. ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. ഓക്കെ, അവൾ പാട്ട് കേൾക്കുകയാണ്. അവൾ പാട്ട് കേൾക്കുകയാണ്. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 30 മിനിറ്റ് ഓർ അരമണിക്കൂർ ആയിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് കാത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. അവൾ സ്റ്റോറിൽ പോയിട്ടുണ്ട്. സ്റ്റോർ ഓർ ഷോപ്പ് എനിത്തിങ്. ഓക്കെ, അവൾ സ്റ്റോറിൽ ഓർ ഷോപ്പിൽ പോയിട്ടുണ്ട്. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഒന്നുകൂടെ പറയാനോ? ഓക്കെ, അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. അത്താഴത്തിന് ശേഷം അവൻ TV കാണുന്നു. അത്താഴത്തിന് ശേഷം അവൻ TV കാണുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു.
അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ TV ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ TV ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവർ ലൈബ്രറിയിൽ ബുക്സ് വായിക്കുന്നു. അവർ ലൈബ്രറിയിൽ ബുക്സ് വായിക്കുന്നു. റിപ്പീറ്റ് ചെയ്യോ? No, ഒന്നുകൂടി പറയോ? അവർ ലൈബ്രറിയിൽ ബുക്സ് വായിക്കുന്നു. അവർ ലൈബ്രറിയിൽ ബുക്സ് വായിക്കുന്നു. കുട്ടികൾ പൂളിൽ നീന്തുകയാണ്. കുട്ടികൾ പൂളിൽ നീന്തുകയാണ്. അവൾ ഇപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്.
അവർ ഇപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്, ഡിന്നർ പാചകം ചെയ്യുകയാണ്. അവൻ 3 മണിക്കൂറായിട്ട് ഒരു ഇടവേള പോലും ഇല്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ 3 മണിക്കൂറായിട്ട് ഒരു ഇടവേള പോലും എടുക്കാതെ, ഇടവേള പോലും ഇല്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ 3 മണിക്കൂറായിട്ട് ഒരു ഇടവേള പോലും ഇല്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിറ്റിയിൽ 5 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിറ്റിയിൽ 5 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ 2019 മുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 2019 മുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ട്സിന് കത്ത് എഴുതുന്നു. അവൻ അവന്റെ ഫ്രണ്ട്സിന് കത്ത് എഴുതുന്നു. അവൻ അവന്റെ ഫ്രണ്ട്സിന് കത്ത് എഴുതുന്നു. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. കൗച്ച് എന്ന് പറയുമ്പോൾ സോഫ എന്ന് പറയാം. ഓക്കെ, പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. അവൾ പ്ലെയിനിൽ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. അവൾ പ്ലെയിനിൽ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. പ്ലെയിൻ ഓർ ഫ്ലൈറ്റ്, അവൾ ഫ്ലൈറ്റിൽ ഓർ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അവർ 1 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 1 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. സിനിമ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം എത്ര ആയിപ്പോ? 40. 40. ഓക്കെ,
ഓക്കെ, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഏതാണ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാം, ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, പറഞ്ഞുതരുമോ? ഇതിനകം എന്ന് പറയുമ്പോ ഏത് പൊസിഷനാണ്? ഇതിനകം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷാണ്. ഇതെല്ലാ ക്ലാസ്സിലുണ്ടല്ലോ ഈ ഡൗട്ട്. മലയാളം നമുക്ക് ഇത് നമ്മൾ പറയും, അറിയാണ്ടെങ്കിലും നമ്മൾ പറയും. അതിന്റെ കറക്റ്റ് മലയാളം അറിയാത്തതിന് ബുദ്ധിമുട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകം അത് അറിയാം. ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ. ഓക്കെ,
ഓക്കെ, കഴിയാറായോ? എന്തോന്നും ഇടാത്തെ? ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ആരെങ്കിലും എടുത്തോ? യെസ് മിസ്, ഒരു 5 minutes. കഴിയാറായി മിസ്. മിസ് ഒരു 5 മിനിറ്റ്. ഓക്കെ, I going to gym in ചെയ്യൂ. ഓക്കെ, നമുക്ക് നോക്കാം. മതി, ഒരുപാട് ടൈം ആയി. നോക്കാം. പറയൂ, ഡിസ്കസ് ചെയ്താലോ? റെസ്പോണ്ട് ചെയ്യൂ, സംസാരിക്കൂ. ഓക്കെ, ഫസ്റ്റത്തെ മലയാള സെന്റൻസ് വായിക്കൂ. ആരെങ്കിലും വായിക്കൂ. ഫസ്റ്റ് മലയാള സെന്റൻസ് വായിക്കുക. എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. യെസ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. 21 സ്റ്റുഡൻസ് ഉണ്ട്. സോ എല്ലാവരും മാക്സിമം ടെക്സ്റ്റ് ചെയ്യുക. കാരണം ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും.
പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ അത് ഉണ്ടാവും. എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഒരാൾ മാത്രമേ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ചെയ്യൂ, ബാക്കി പിന്നെ എഴുതാം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്നല്ലേ പറഞ്ഞേ? ആണോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകുന്നു. I go to gym every day. I go to gym every day. I go to gym. ജിമ്മിന്റെ സ്പെല്ലിംഗ് നോക്കണം അവിടെ എല്ലാവരും. ഓക്കെ, എവറി ഡേ അല്ല, എല്ലാ ദിവസവും രാവിലെ. I go to gym. ഇത്രയും പേര് അയക്കുന്നുള്ളോ? ആ, I go to gym every morning. Okay, ഇങ്ങനെയാണോ? I go to gym every morning. എല്ലാ ദിവസവും രാവിലെ. Every morning. Okay, everyday morning അല്ല, every morning. I go to gym every morning. So ഈ sentence simple present tense ആണ്. Okay, yeah. Next, അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ചെയ്യൂ, അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. She works in a hospital. She works in a hospital. Yes. She works in a hospital. In the hospital എന്ന് പറയാം, in a hospital എന്ന് പറയാം ട്ടോ. She is working അല്ല. Not present continuous tense. It's a simple present tense. Okay, there's no auxiliaries. Only subject and verb then object. Okay. She works in a hospital. Works ആണ്, not work. Works. Singular subject ആണ്. So, use ചെയ്യേണ്ടത് singular verb ആയിരിക്കണം. So, she works in a hospital or in a hospital. Yes, works ആണ് ട്ടോ, works. She works. She works in a hospital. എന്നാണ് correct. ഓക്കെ, ഞാൻ സിനിമ കാണുകയാണ്. അതാണോ? തേർഡ് വൺ അതാണോ? അതെ. യെസ്. നെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ ടി വി കാണുകയാണ്. ഞാൻ ടി വി അല്ലല്ലോ, സിനിമയല്ലേ? ആണോ? ഞാൻ സിനിമ കാണവേ. Yes, it's a present continuous tense. Okay, so I'm watching a movie. Better version movie ആണ് ട്ടോ. സിനിമയെക്കാളും നല്ലത് മൂവി എന്ന് പറയുന്ന. I'm watching a movie. A movie എന്ന് കൊടുക്കാം. I'm watching the movie or I'm watching a movie. I'm watching a movie. Okay. Next, മലയാളം പറയൂ. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. Yes. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ പാർക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്.
the present continuous tense. So auxiliaries, the are there. They are playing football in the park. They are playing football in the park. Okay, correct answer is they are playing football in the park. Yeah. The next, Malayalam. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. Yes. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്ത ശേഷം അടുത്ത മലയാളം സെന്റൻസ് നിങ്ങൾക്ക് അറിയാലോ, അത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം. ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ I have finished my homework. I have finished my homework. Okay, present perfect ആണ് കേട്ടോ. present perfect tense ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. have അല്ലെങ്കിൽ has യൂസ് ചെയ്യണം. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം have ആണോ has ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ. Okay, so ഇങ്ങനെ പറയാം, I have finished my homework. അതാണ് കറക്റ്റ്. Okay, next മലയാളം. Thank you. അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. Yes, അവൾ 2 പ്രാവശ്യം ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. Two times എന്ന് പറയാതെ ബെറ്റർ വേർഷൻ എങ്ങനെയാ പറയുന്നത്? എല്ലാവരും ആൻസർ ചെയ്തു. She has visited Japan twice. 2 times എന്ന് പറയുന്നത് the version is twice. She has visited Japan twice. Yes, twice എന്ന് പറയാം ട്ടോ. She has visited Japan twice. 2 times എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് അല്ല ട്ടോ, തെറ്റൊന്നുമില്ല. She has visited Japan 2 times എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ ബെറ്റർ ഇങ്ങനെ എഴുതുന്നതാണ്. She has visited Japan twice. Okay, അടുത്ത മലയാളം പറയും. ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. Okay, we are going to the mall. We are going to the mall. Yes, we are going to the mall എന്നാ പറയാ. We are going to the mall. Okay, next. പെട്ടെന്ന് പറയൂ, ടൈം. അവൾ പാട്ട് കേൾക്കുകയാണ്. അവൾ പാട്ട് കേൾക്കുകയാണ്. പാട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ സോങ് ആവാൻ. Yes, better version. Correct. She is listening to music. She is listening to music. Okay, അതാണ് കറക്റ്റ്. സോങ് എന്ന് പറയുന്നത് കേട്ടോ. She is listening to music or listening music.
കറക്റ്റ് ഇങ്ങനെ എഴുതാം. ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, അടുത്ത് പറയൂ. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കും. യെസ്, ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയൂ. ജോസഫ് സക്കറിയ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കേട്ടോ. I have been learning or studying. Okay. So you can say, I have been learning or studying English for 2 hours. I have been learning, I have been studying English for 2 hours. Okay, next. അടുത്തത് പറയൂ. ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അരമണിക്കൂറായിട്ട് എന്ന് പറയുമ്പോ we have been waiting for the we have been waiting the bus for 30 minutes or half an hour. അവരാണോ ഞങ്ങളാണോ? ഞങ്ങൾ. We have been waiting for the bus for 30 minutes for the bus. ബസ്സിന് വേണ്ടി ഞങ്ങൾ അരമണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, we have been waiting for the bus for 30 minutes or half an hour. Okay. Yes, next correct. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനകം? എന്താണ്? ഓൾറെഡി. Yes, already ആണ്. അവർ ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. They have eaten breakfast already. They have eaten breakfast already. Okay, ഞാൻ നിങ്ങൾ മലയാളം എന്നോട് പറയൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പറയാം. കറക്റ്റ് ആയിട്ട് ആൻസർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ നമ്മൾ തീരില്ല. ഓക്കെ, പറയട്ടെ എങ്ങനെ? ടൈം കഴിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മലയാളം പറയൂ. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. He likes to read books. He likes to read books. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. സിമ്പിൾ പ്രസന്റ് ആണ്. He likes to read books. Okay. Yeah, next. ഞാൻ എന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. ഞാൻ ഇന്നും നടന്ന് സ്കൂളിൽ പോകുന്നു. Yes, I walk to school every day. I walk to school every day. Okay, I walk to school every day. നടന്നു പോകുന്നു. I walk to school every day. Okay, next. ഞങ്ങൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. Yeah, we are planning a vacation. We are planning a vacation. Okay, next. അവൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. Yeah, she has gone to the shop or store. She has gone to the shop. അല്ലെങ്കിൽ store. Okay, next. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yeah, അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She has been cooking. ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. She has been cooking since 5 PM. ഡിന്നറില്ലേ? അല്ലേ? ഡിന്നർ ആണെങ്കിൽ ഇങ്ങനെ പറയാം. She has been cooking dinner since 5 PM. വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ 5 PM ആണ്. Okay, she has been cooking dinner since 5 PM.
നെക്സ്റ്റ്. അവൾ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാണ്. അവളാണോ അവനാണോ? അവൻ. അവൻ. Yes. He has been learning to play the guitar. He has been learning to play the guitar. Guitar വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കാൻ പഠിക്കുകയാണ് അല്ലെ? വായിക്കാൻ. So he has been learning to play the guitar. Yes. Okay. Next. ഞങ്ങൾ വീട് ക്ലീൻ ചെയ്തു. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. We have cleaned the house. We have cleaned the house. ഇനി അവർ വീട് വൃത്തിയാക്കുകയാണ്. yeah, they are cleaning the house. They are cleaning the house. Okay, next. അത്താഴത്തിന് ശേഷം അവൾ TV കാണുന്നു. Yeah, he is watching TV after dinner. After the dinner, he is watching TV. Yes, കാണുന്നു എന്നാണെങ്കിൽ he watches TV after dinner. Simple present ആണ് ട്ടോ. He watches TV after the dinner. അല്ലെങ്കിൽ after dinner എന്ന് പറയും. Okay, yeah, next. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. Yeah, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. Birds fly in the sky. Birds fly in the sky. Simple present ആണ്. Birds fly in the sky. Okay, next. അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, അത് നിങ്ങൾ എങ്ങനെയാ എഴുതിയത്? ഒന്ന് പറഞ്ഞ എല്ലാവരും. They have been traveling around the Europe for 1 month. Okay. ബാക്കി എല്ലാവരും എങ്ങനെയാ എഴുതിയേ? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാൻ അവന് പറയും. പെട്ടെന്ന്. Yeah, we have been അവരാണ്. They have been traveling around Europe for a month. Okay? They have been traveling around Europe for a month. 1 month എന്ന് പറയണ്ട, a month എന്ന് പറഞ്ഞാലും മതി. Okay? They have been traveling around Europe for a month. Yeah. Next. മാം ഒന്നുകൂടി പറയൂ. They have been traveling around Europe. They have been traveling around Europe for a month. ഓക്കെ. Yeah. Next പറയൂ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ TV ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Yes. അതെങ്ങനെ നിങ്ങൾ എഴുതി? We have been watching this TV show from the last week. കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോ Last week. ലാസ്റ്റ് വീക്ക് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. We have been ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് ഒന്ന് പറഞ്ഞേ. We have been watching this TV show from the last week. From അല്ല, for ആണ്. We have been watching this TV show for a past week എന്ന് പറയാം. For the past week or last week എന്ന് പറയാം. Last week എന്ന് പറയുമ്പോ കഴിഞ്ഞ ആഴ്ച പറയാം. Past week എന്ന് പറയാം കേട്ടോ. We have been watching this TV show for the past week or last week. Okay. അടുത്തത്. അവർ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവർ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവർ they are learning. She is learning to play the piano. She is learning to play the piano. ഞാൻ ഇന്നലെ മുതൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാത്? പറയൂ.
I have been trying to contact her since yesterday. I have been trying to contact her Since yesterday. since yesterday. Yeah, correct. I have been trying to contact her. Contact her since yesterday. Contact her since yesterday. Okay, next. അവൻ വിജയകരമായി പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. He has completed the project successfully. He has completed the project successfully. Okay, next. ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. So, ഞാൻ ഫോണിൽ സംസാരിക്കുകയാണ്. yeah, I'm talking. എങ്ങനെയാ നിങ്ങൾ എഴുതിയത്? I am speaking on phone. പറയൂ, നിങ്ങൾ എങ്ങനെയാ എഴുതിയത്? I am speaking on phone. Okay, I'm talking on the phone. I'm talking on the phone. Yeah, next. അവൻ എപ്പോഴും എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. So, സൗമ്യമായി സംസാരിക്കുന്നു. Yes. He always speaks politely. He always speaks politely. Okay, അടുത്തത്. അവർ ലൈബ്രറിയിൽ ബുക്ക് വായിക്കുന്നു. They read books in the library. They read book. They read books in the library. കുട്ടികൾ പോളിൽ നീന്തുകയാണ്. The kids are swimming in the pool. Kids are swimming in the pool. Yes. Next. ചിൽഡ്രൻ എന്ന് പറഞ്ഞാലും ശരിയാണോ? So, ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞാലും ശരിയാണോ? children ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. Children or kids. Okay. അവൾ Not ഇപ്പോൾ children. അത്താഴം പാകം- So, അവൾ ഇപ്പോൾ അത്താഴം പാകം ചെയ്യുകയാണ്. yeah, she's cooking dinner right now. She's cooking dinner right now. Okay. അവൻ 3 മണിക്കൂറായിട്ട് ഒരു ഇടവേള പോലും ഇല്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എങ്ങനെ എഴുതിയതെന്ന് പറയും? He has been driving for 3 hours without any interval. Yes. He has been driving for 3 hours without a break. Okay. He has been driving for 3 hours without a break. Okay, next. ഞാൻ ഈ സിറ്റിയിൽ 5 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been living in the city for 5 years. I have been living in the city for 5 years. Yeah. Next. അവൾ 2019 മുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yeah, അതെങ്ങനെ എഴുതിയത്? She has been working in the company since 2019. Yeah, she has been working active ആയിരുന്നു കേട്ടോ. active പറഞ്ഞാലും അച്ഛനെ കുറിച്ച് നല്ലത്. She has been working at the company since 2019. In the company എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. She has been working at the company since 2019. Okay. Yeah, ഞാൻ next. ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. Yeah, I have read that book many times. I have read that book many times. Okay, next. അവൻ അവന്റെ ഫ്രണ്ട്സിന് കത്തെഴുതുന്നു. അവനവന്റെ ഫ്രണ്ട്സിന് കത്ത് എഴുതുന്നു. He writes letter to his friends. He writes letter to his friends. He writes letter to his friends. Yes, next. പൂച്ച കൗച്ചിൽ കിടന്നുറങ്ങുന്നു. Yeah, the cat sleeps on the couch. The cat sleeps on the couch.
Okay, next. അവൾ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. നെഗറ്റീവ് ആണ്. എങ്ങനെയാ പറയാത്? She has not traveled in the flight. Has not travel a plane. Yeah, she hasn't traveled by plane. Traveled തന്നെ പറയണം കേട്ടോ. She hasn't traveled by plane. Okay. Next. അവർ 1 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. They have been playing football for an hour. They have been playing football for an hour. Okay, they have been playing football for an hour. Yeah, next step. സിനിമ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് പറയൂ. ഇത്രയുള്ളോ? സിനിമ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. സിനിമ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. Yes, the movie has started already. Okay, the movie has started already. Yes. Okay, the next one. അവൾ 1 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അത് പറഞ്ഞു. പറഞ്ഞു. ഓക്കെ. ഏതാണ് അടുത്തത്? ഇത്രയുള്ളോ? Yes, finished. Okay. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട്? എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ? ചെറുതായിട്ടുള്ള മിസ്റ്റേക്ക് മിസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങളിപ്പോ എഴുതിയത് ചെക്ക് ചെയ്യാട്ടോ. നന്നായിട്ട് ചെക്ക് ചെയ്യാ. എന്നിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോട് പറയണം. ഓക്കെ, ഒന്നുകൂടി എടുക്കാനാണെങ്കിൽ ഒന്നുകൂടി എടുക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോട് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. കറക്റ്റ് ആയിട്ട് പറയണം. എനിക്ക് മനസ്സിലായി ചെയ്തെന്ന് പറയണ്ട. എന്താണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയാം. മിസ്റ്റേക്സ് ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, എനിക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മസ്റ്റ് ആയിട്ടും പറയണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Let's find the next class. Okay. Thank you. Thank you all. See you on the next class. Bye. താങ്ക് യു മാം.